നമസ്കാരം, മഹാന്മാൻ ന്യൂസിലേക്ക് സ്വാഗതം. പണിയെടുത്ത പ്രവർത്തകർ പെരുവഴിയിൽ, സ്ഥാനാർത്ഥികൾ ടൂർ അടിച്ച് വിദേശത്ത്, ജനസേവനം കൊണ്ട് സഹികെട്ട നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ മാസം 26-നായിരുന്നു. വോട്ടെണ്ണാൻ ഇനിയും ഒരാഴ്ച ബാക്കിയുണ്ട്. ഒരു മാസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നത്. നല്ല വേനൽക്കാലത്താണ് പ്രചരണ പരിപാടികൾ നടന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം വല്ലാതെ വിഷമിക്കുകയും ചെയ്തിരുന്നു. പൊതുജനങ്ങളുടെ ഇടയിൽ ത്യാഗം സഹിച്ച് പ്രവർത്തിച്ചു വന്നവരാണ് ഈ കൂട്ടർ. അതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ഏതായാലും വെയിൽ കൊണ്ട് പ്രചരണം നടത്തിയ ക്ഷീണം തീർക്കാൻ പല പ്രമുഖ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും വിദേശ രാജ്യങ്ങളിലടക്കം ടൂർ അടിച്ച് നടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലും വരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുന്ന ഈ നേതാക്കൾ യാത്ര നടത്തി എന്നാണ് അറിയുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പല സ്ഥാനാർത്ഥികളും വിദേശത്തേക്ക് പറന്നു. കേരളത്തിൽ UDFൻ്റെയും LDFൻ്റെയും നേതൃനിരയിലുള്ള മുഖ്യ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് ഇത്തരത്തിൽ ടൂറ് പോയി സുഖവാസത്തിൽ ഏർപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ 16 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഇവരിൽ 10ഓളം ആൾക്കാർ രാജ്യത്തെ സുഖവാസ കേന്ദ്രങ്ങളിലെല്ലാം വിദേശ രാജ്യങ്ങളിലും യാത്ര നടത്തി തിരികെ എത്തി എന്നാണ് അറിയുന്നത്. CPMൻ്റെ സ്ഥാനാർത്ഥികളായ ചിലരും ഒട്ടും കുറയ്ക്കാതെ വിദേശയാത്ര നടത്തി അവിടെ പോയി പാവപ്പെട്ടവരെ കണ്ടു എന്നാണ് അറിയുന്നത്. ഇതിൻ്റെ പിറകിൽ വേറൊരു കഥ കൂടി കേൾക്കുന്നുണ്ട്. സാധാരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPMൻ്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ വിദേശത്തേക്ക് പറക്കും. അവിടെ എത്തി മലയാളികളുടെ സംഘടനകളായ പലതിൻ്റെയും സ്വീകരണം ഏറ്റുവാങ്ങും. അതിനുശേഷമാണ് യാത്ര നടത്തിപ്പിൻ്റെ യഥാർത്ഥ കാര്യം ഈ വിദേശ മലയാളി പ്രമുഖരെ അറിയിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സാമ്പത്തിക ചിലവ് ഉണ്ടായി, വലിയ വിഷമത്തിലാണ്, അതുകൊണ്ട് സാമ്പത്തികമായി സഹായിക്കണം, ഇതായിരിക്കും പറയുന്ന കാര്യം. കാശുകാരായ പ്രവാസി മലയാളികൾ വലിയ പിശുക്കൊന്നും കാണിക്കാതെ കാര്യമായ തുക നേതാവിന് കൊടുക്കുകയും ചെയ്യും. ഇതുകൂടാതെ സാധന സാമഗ്രികളായി സംഭാവന കിട്ടുന്നത് കെട്ടുകളാക്കി തിരികെ പോരുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ പൊരിഞ്ഞ വെയിൽ കൊണ്ട് വിയർത്ത് ഒലിച്ച് പണിയെടുത്ത പ്രവർത്തകർ നാട്ടിൽ ദുരിതവുമായി കഴിയുമ്പോഴാണ് ഈ പറയുന്ന നേതാക്കളായ സ്ഥാനാർത്ഥികൾ വിദേശ ടൂർ നടത്തി ആഘോഷിക്കുന്നത് എന്ന കാര്യം ഓർക്കുമ്പോൾ എന്താണ് ഇന്നത്തെ നേതാക്കളുടെ മാനസിക അവസ്ഥ എന്ന് ചിന്തിച്ചു പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഫണ്ട് വന്നില്ല. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ നടപടിയും ആദായ നികുതിക്കാരുടെ നടപടിയും മൂലം AICCയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിച്ചു എന്നതാണ്. വടക്ക് നിന്ന് പണം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും വലിയ തോതിൽ പിരിവ് നടത്തിയിരുന്നു. KPCCക്ക് ഇതിൻ്റെ നല്ലൊരു പങ്ക് ലഭിക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു മറയായി നിൽക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് 1/2 കോടിയും 1 കോടിയും ഒക്കെ വടക്ക് നിന്ന് പണമായി കിട്ടി എന്നാണ് പറയപ്പെടുന്നത്. പല സ്ഥാനാർത്ഥികളും വടക്ക് നിന്ന് പണം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകർക്ക് കാര്യമായി പണമൊന്നും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വലിയ തുക മിച്ചം വന്നു എന്നതാണ് വസ്തുത. ഈ തുക കയ്യിലുള്ളപ്പോൾ വിദേശത്തേക്ക് പറക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? ഇടതുമുന്നണിയെ നയിക്കുന്ന CPMൻ്റെ സ്ഥാനാർത്ഥികളുടെ കാര്യം ഇതൊക്കെ തന്നെയാണ്. CPMന് വടക്ക് നിന്നും പണമൊന്നും കിട്ടിയില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ CPMനും പണ്ട് മുതലേ പണമുണ്ടാക്കാനുള്ള വഴികളറിയാം. കേരളത്തിലെ കുത്തക മുതലാളിമാരെ വരച്ച വരയിൽ നിർത്തി ആവശ്യമുള്ള പണം മേടിച്ചെടുക്കാൻ അവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ CPM സ്ഥാനാർത്ഥികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഉണ്ടായില്ല. അവരും മിച്ചം കിട്ടിയ തുകയുമായി വിദേശത്തേക്ക് പറക്കുന്നതിൽ തെറ്റൊന്നും പറയാനാവില്ല. ഇവിടെ പൊതുജനം തിരിച്ചറിയേണ്ട ചില വാസ്തവങ്ങളുണ്ട്. പൊതുപ്രവർത്തനമെന്നും ജനസേവനമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ രാഷ്ട്രീയ നേതാക്കൾ നിലനിൽക്കുന്നത്. സ്ഥാനാർത്ഥികളാവുകയും മത്സരിക്കുകയും ചെയ്യുന്നത് ജയിച്ചു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിലെ നാട്ടുകാരെ മുഴുവൻ സ്വർഗത്തിലാക്കുമെന്ന് പറയുകയും ഈ പറച്ചിൽ അറിഞ്ഞും അറിയാതെയും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പൊതുജനം വീഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം നേടി 5 വർഷം സുഖവാസത്തിന് ഇവരൊക്കെ സൗകര്യം ലഭിക്കുകയും ചെയ്യും. എത്ര തവണ ദുരിതം അനുഭവിച്ചാലും അതെല്ലാം മറന്നുകൊണ്ട് വീണ്ടും വീണ്ടും കൊടിയും ചിഹ്നവുമായി കടന്നു വരുന്നവരെ സിന്ദാബാദ് വിളിച്ച് എതിരേൽക്കുവാനും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുവാനും ഇപ്പോഴും പാവം പൊതുജനം എന്ന കഴുത തയ്യാറാവുന്നു എന്നത് ജനാധിപത്യം എന്ന വാക്ക് ജീവശ്വാസം പോലെ കഴുതകളായ പൊതുജനം വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ്. നന്ദി.